ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കിയാലോ? നെയ്വട. മലബാർ സൈഡിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വൈകുന്നേരം ചായക്ക് കൂട്ടാൻ, പ്രത്യേകിച്ച് മലബാർ സൈഡിലെ ടീ ഷോപ്സിലൊക്കെ ഇതൊരു സ്ഥിരം ഐറ്റമാണ്. പിന്നെ ബേക്കറീസിൽ നെയ്വടൻ്റെ അതേ ടൈപ്പ് സ്വീറ്റ്സ് കിട്ടുന്നതാണ് ബാദുഷാ, ബാലുസായ്. പക്ഷേ ഇത് സെയിം ടേസ്റ്റ് അല്ല. നെയ്വടൻ്റെ ടെക്സ്ചർ ഒന്നും കൂടിയും സോഫ്റ്റാണ്. കുറേ പേർക്ക് ഇതിൻ്റെ റെസിപ്പി അറിയുമായിരിക്കും. എന്നാലും നമുക്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, എന്നിട്ട് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദ, 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് ബട്ടർ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് ഒരു എഗ് വൈറ്റ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ തൈര് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം. പിന്നെ നെയ്യ് ഒരു 1/4 കപ്പ് നെയ്യ് എടുക്കണം. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും ബേക്കിംഗ് പൗഡറും ഒന്ന് സീവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇട്ട ശേഷം സ്പൂൺ മാറ്റി കൈ കൊണ്ട് നല്ലൊന്ന് കുഴച്ച് കൊടുക്കാം. ബട്ടർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം കുഴച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഫുള്ളായിട്ട് ആഡ് ചെയ്യരുത്, കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. മിനിമം ഒരു 3 സ്റ്റെപ്പായിട്ടെങ്കിലും നെയ്യ് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സ്വീറ്റ് ഐറ്റമൊക്കെ ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിരിക്കണം. എന്നാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അതായത് ഒരു ഉപ്പുമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു ബൗളിലേക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യാം. അതിലേക്ക് തൈര് 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്കിനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് കിട്ടുന്നവരെ മിക്സ് ചെയ്യണം. ഇതാണ് അതിൻ്റെ പോറിങ് കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് കുഴച്ച് വെച്ച മൈദൻ്റെ മിക്സും പിന്നെ നമ്മൾ രണ്ടാമത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര്, മുട്ട, പഞ്ചസാരൻ്റെ മിക്സും കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നമ്മൾ ഈ തൈരിൻ്റെ ഈ മിക്സ് യൂസ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അത്ര സോഫ്റ്റും ആയിരിക്കില്ല, എന്നാൽ അത്ര ഹാർഡും ആയിരിക്കില്ല. ആ ഒരു രൂപത്തിൽ കിട്ടണം. നമുക്കിനി ഇതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കായും ഒരു ചെറിയ പീസ് ലെമണും. ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്വീറ്റ് ഡിഷിനും ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി വേറെയാണ്. നമുക്ക് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഏലക്കായം കൂടി പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ബോയിലായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗറിലുള്ള എല്ലാ ഡേർട്ടും ഒക്കെ പോയി കിട്ടും.
നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ ഷുഗറൊക്കെ നല്ല മെൽട്ടായിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേമാതിരി ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിടാം. അപ്പം നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡോ റോൾ ചെയ്ത് നെയ്വടൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇപ്പം ഈ ഡോ ഒന്നും കൂടി സോഫ്റ്റാണ്. ആദ്യം നമുക്ക് ഇതിനെ മീഡിയം സൈസ്ഡ് ബോൾസ് ആക്കിയിട്ട് റോൾ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ബോൾ എടുത്ത് നമ്മളൊന്ന് റോൾ ചെയ്ത് കൈ കൊണ്ട്, എന്നിട്ട് മറ്റേ കൈയിൻ്റെ പാമിൽ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമ്മളൊരു ഫിംഗർ യൂസ് ചെയ്ത് അതിൻ്റെ മിഡിലിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുക. ഫ്രണ്ടിലൂടെ ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിലൂടെ നമ്മളിതാ ഒരു തമ്പ് വെച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കാം. ഇതേമാതിരി ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് നെയ്വടൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കാം. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ നെയ്വടയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് നെയ്വടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നെയ്വട ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റി വെക്കണം. അങ്ങനെ നമുക്ക് നമ്മൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് നെയ്വട ഫ്രൈ ചെയ്യാനിടാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത നെയ്വട നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. ഒരു സൈഡ് നല്ലോണം ഡിപ്പായതിനു ശേഷം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് നെയ്വട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 1 by 1 സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് സ്റ്റോർ ചെയ്ത് ഒരു 3 to 4 days കഴിഞ്ഞ് കഴിച്ചാൽ ഇതിന് നല്ല ടേസ്റ്റാണ്. നമുക്ക് നമ്മൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് നെയ്വട ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി നെയ്വട, ഹോട്ടൽ സ്റ്റൈൽ നെയ്വട വീട്ടിൽ തന്നെ റെഡിയാക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ സെർവ് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് സ്റ്റോർ ചെയ്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിലൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് നല്ലൊരു യമ്മി സ്വീറ്റ് ഐറ്റമാണ്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിലി വീട്ടിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം. ഇനി വേറൊരു റെസിപ്പിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.